പ്രിയപ്പെട്ട കുട്ടികളെ, HTML പ്രാക്ടിക്കൽ പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓർഡേർഡ് ലിസ്റ്റാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഇവിടെ ലിസ്റ്റിൽ 4 ഐറ്റംസാണുള്ളത്: എരവികുളം, പെരിയാർ, ചിന്നാർ, വയനാട്. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ ജീനി ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡെസ്ക്ടോപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള HTML പ്രാക്ടിക്കൽ എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ നമുക്ക് പ്രോഗ്രാം സേവ് ചെയ്യാം. ഓർഡേർഡ് ലിസ്റ്റ് .html എന്നുള്ള എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം, എന്നാൽ അത് HTML ഫയലായിട്ട് സേവ് ആവുകയുള്ളൂ. എൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം സേവ് ആയിട്ടുണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് .html എന്നിവിടെ കാണാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ടാഗ് HTML ടാഗാണ് സേവ് ചെയ്ത് ചെയ്യുന്നത്, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്ലോസിംഗ് ടാഗ് വരുന്നതാണ്. നമ്മളതിനെ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ടാഗ് എഴുതാം, ഹെഡ് ടാഗ്. ഹെഡ് ടാഗിൻ്റെ ക്ലോസിങ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ടൈറ്റിൽ ടാഗ് എഴുതേണ്ടത്. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ഓർഡേർഡ് ലിസ്റ്റ് എന്നതിനെ കൊടുക്കുന്നത്. നമുക്ക് പ്രോഗ്രാമായി ബന്ധമുള്ള എന്തും ടൈറ്റിലായിട്ട് കൊടുക്കാവുന്നതാണ്. ഓർഡേർഡ് ലിസ്റ്റ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടാഗ് കൂടെയുള്ളൂ ഇവിടെ സ്ട്രക്ചറിൽ വരുന്നത്, ബോഡി ടാഗ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെയുള്ളതൊന്നുകൂടെ സേവ് ചെയ്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത് കാണാം. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഹെഡ് സെക്ഷൻ. ഈ മുകളിൽ കാണുന്ന ഈ സെക്ഷനെയാണ് ഹെഡ് സെക്ഷൻ എന്ന് പറയുക. വൈറ്റ് പ്രതലത്തെയാണ് ബോഡി സെക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്കൊന്ന് ഹെഡ് സെക്ഷനിൽ ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള പേരിലൊരു ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ എഴുതാത്തത് കാരണം ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ബോഡി സെക്ഷൻ്റെ ഒരു BG കളർ സെറ്റ് ചെയ്യുകയാണ്. BG കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത് 2 രീതിയിൽ നമുക്ക് വാല്യൂ കൊടുക്കാവുന്നതാണ്. ഡബിൾ കൊട്ടേഷനുള്ളിൽ നേരിട്ട് കളറിൻ്റെ പേര് എഴുതി കൊടുക്കാം. എക്സാമ്പിൾ റെഡ് എന്ന് എഴുതി കൊടുത്ത് ഞാനത് സേവ് ചെയ്ത് ഇവിടെ റിഫ്രഷ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അവിടെ റെഡ് കളർ ബോഡി സെക്ഷനിൽ കംപ്ലീറ്റ് വരുന്നതാണ്. ഇതല്ലാത്ത രണ്ടാമത്തെ രീതിയാണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഹെക്സാഡെസിമലാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഹാഷ് സിമ്പൽ എഴുതണം. എന്നിട്ട് 6 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പറും എഴുതാം. ഞാനൊരു 6 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. ഇത് ഏതാണ് കളർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുക തന്നെ വേണം. സേവ് ചെയ്ത് ഞാനിവിടെ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഹെക്സാഡെസിമൽ രീതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് ആണ് എഴുതേണ്ടത്. H1 ടാഗ് ഉപയോഗിച്ചിട്ട് 6 ടാഗുകളുണ്ട്. H1 മുതൽ H6 വരെയുള്ളത്. H1 ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹെഡിങ് എഴുതുന്നത്. ഹെഡിങ് ടാഗ് ക്ലോസിങ് വന്നിട്ടുണ്ട്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഹെഡിങ് റെഡി ആയിട്ടുണ്ട്. സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു. നമ്മുടെ ഹെഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഓർഡേർഡ് ലിസ്റ്റ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. OL ടാഗ് ഓപ്പൺ ചെയ്യാം. OL ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലോസിന് താഴെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 4 ഐറ്റംസ് ആണുള്ളത്. ഓരോ ഐറ്റംസിനെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LI ടാഗ് ഓപ്പൺ ചെയ്യാം. LI ടാഗ് ഓപ്പൺ ചെയ്ത് LI ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് 4 ഐറ്റംസ് ആണുള്ളത്. ലിസ്റ്റ് ഐറ്റമാണ് ഇതിൻ്റെ പൂർണ്ണരൂപം വരുന്നത്. അപ്പോൾ നമുക്കിതിനെ കോപ്പി ചെയ്ത് 4 തവണ
പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കാം. സേവ് ചെയ്ത് 1 2 3 4 എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓരോന്ന് വാല്യൂ കൊടുക്കാം. ഇരവികുളം, പെരിയാർ, ചിന്നാർ, വയനാട്. സേവ് ചെയ്യുന്നു. നമുക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാണ് ഈ ഒരു പ്രോഗ്രാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 അല്ലെങ്കിൽ ABCD അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അൺഓർഡേർഡ് ലിസ്റ്റിൽ ഓർഡർ ആവില്ല, മുന്നിൽ എന്തെങ്കിലും സിമ്പിളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേ പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ അൺഓർഡേർഡ് ലിസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേ പ്രോഗ്രാം തന്നെ കോപ്പി ചെയ്യുകയാണ്. ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് കിട്ടുന്നു. ഇവിടെ ആദ്യം തന്നെ ഞാൻ ഫയലിൽ സേവാസിൽ വന്നതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡെസ്ക് ടോപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള HTML പ്രാക്ടിക്കൽ എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള പേര് കൊടുത്ത് .html എന്നുള്ള എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് ഞാനത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ കോപ്പി ചെയ്ത അതേ പ്രോഗ്രാം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതൊക്കെ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നാക്കി കൊടുക്കുകയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ്. ഇനി ഇവിടെ ഹെഡിങ്ങിൽ ഞാൻ മാറ്റം വരുത്തുകയാണ്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പെർമനൻറ്റ് മെമ്പേഴ്സ് ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. ഈ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കാം 5 ഐറ്റംസ് ആണുള്ളത്. റഷ്യ, ചൈന, USA, UK, ഫ്രാൻസ്. ഇത് അൺഓർഡേർഡ് ലിസ്റ്റിലാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി സെയിം പ്രോഗ്രാം തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത്. ഹെഡിങ്ങിൽ മാറ്റം വരുത്താം. പെർമനൻറ്റ് മെമ്പേഴ്സ് ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ. നമ്മൾ ഹെഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗിനെ മാറ്റി അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് ആക്കണം. അപ്പോൾ OL ടാഗ് മാറ്റി UL ടാഗ്. UL എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ്. നമ്മുടെ പ്രോഗ്രാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഐറ്റംസും കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് ഐറ്റം റഷ്യ, ചൈന, USA, UK. ഒരൈറ്റം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേ കാര്യം ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഫ്രാൻസ്. സേവ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. പെർമനൻറ്റ് മെമ്പേഴ്സ് ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഹെഡിങ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തതായി കാണാം. അപ്പോൾ നമുക്കിവിടെ H1 കഴിഞ്ഞ് നമ്മൾ അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് സെൻറ്റർ കൊടുത്താൽ മതിയാവും. സെൻറ്റർ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് സെൻറ്ററിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ലിസ്റ്റുകളുടെ പ്രോഗ്രാം ചെയ്യുന്നത്. ലിസ്റ്റുകളുടെ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി ടേബിളിൻ്റെ പ്രോഗ്രാം നമുക്ക് പരിചയപ്പെടാം. ടേബിളിൻ്റെ പ്രോഗ്രാമും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. സ്പീഡ് ലിമിറ്റ്സ് ഇൻ കേരള. വ്യത്യസ്ത വാഹനങ്ങൾ വ്യത്യസ്ത
റോഡുകളിൽ കൂടെ എത്ര സ്പീഡ് വരെ മാക്സിമം പോകാം എന്നുള്ളതാണ് ഈ ഒരു കണക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒരു ടേബിളിലേക്ക് മാറ്റാം. ഇതിൻ്റെ വാല്യൂസൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാല്യൂസൊക്കെ തന്നിട്ടുള്ളതൊക്കെ സെൻട്രലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മളതിൻ്റെ പ്രോഗ്രാം എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യാം. ഡെസ്ക് ടോപ്പിൽ HTML പ്രാക്ടിക്കൽ എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഞാൻ ടേബിൾ എന്ന് തന്നെയാണ് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. table.html നമ്മുടെ പ്രോഗ്രാം ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. table.html. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറുകൾ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. HTML ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ്, ഒരു ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ടാബിൽ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്പീഡ് ലിമിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. സ്പീഡ് ലിമിറ്റ്. നമ്മളെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബോഡി ടാഗിന് ബോഡി സെക്ഷന് ഒരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പ് ഇതൊന്ന് സേവ് ചെയ്തൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, നമുക്ക് ഈ ഒരു സ്പീഡ് ലിമിറ്റ്സ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫ്രീ ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. BG കളർ. ഇവിടെ ഞാൻ യെല്ലോ എന്നുള്ള പേരാണ് എഴുതി കൊടുക്കുന്നത്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ടേബിൾ ടാഗ്. ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ അവസാനമാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ടേബിളിൻ്റെ കൂടെ എപ്പോഴും വരുന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ബോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് നിർബന്ധമായി എഴുതണം, അല്ലെങ്കിൽ നമ്മുടെ ടേബിളിന് ബോർഡർ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ വാല്യൂ നമുക്ക് 1, 2, 3 ഒക്കെ കൊടുക്കാവുന്നതാണ്. വാല്യൂയുടെ 2 കൊടുത്താൽ ഒന്നുകൂടെ കട്ടി കൂടുതലുള്ള ബോർഡറുകളായിരിക്കും നമുക്ക് വരിക. 3 കൊടുത്താൽ വീണ്ടും കട്ടി കൂടുതലായിരിക്കും. ഈ രീതിയിലാണ് അത് വരുന്നത്. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്പീഡ് ലിമിറ്റ്സ് ഇൻ കേരള. ടേബിളിൻ്റെ ഒത്ത നടുക്കായിട്ട് സ്പീഡ് ലിമിറ്റ്സ് ഇൻ കേരള എന്നുള്ളൊരു ഹെഡിങ് വന്നിട്ടുണ്ട്. ഇത് ക്യാപ്ഷൻ ടാഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ കറക്റ്റായിട്ടത് നമ്മുടെ സെൻറ്ററിൽ, ടേബിളിൻ്റെ സെൻറ്ററിലായിട്ടത് വരുള്ളൂ. അപ്പോൾ നമുക്ക് ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ ക്യാപ്ഷൻ ടാഗ് ഉപയോഗിച്ചിട്ട് സ്പീഡ് ലിമിറ്റ്സ് ഇൻ കേരള എന്ന് എഴുതി കൊടുക്കാം. റിസൾട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതൊന്നുകൂടെ റെഡി ആവാനുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് റെഡി ആവും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒരു ഹെഡിങ് വെഹിക്കിൾസ് നിയർ സ്കൂൾ അങ്ങനെ പറഞ്ഞിട്ടൊരു ഹെഡിങ് സെക്ഷനുണ്ട്. പിന്നെ ബാക്കി മോട്ടോർ സൈക്കിൾ, മോട്ടോർ കാർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോർ വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡാറ്റ സെക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് റോ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് വെഹിക്കിൾസ് നിയർ സ്കൂൾ ഇത് മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ളൊരു ഹെഡിങ് ടാഗുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ റോ ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് റോ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്കിതിലുള്ള ഹെഡിങ്ങുകളാണ്. ടേബിൾ റോ ആണ് TR ടാഗ് ഉപയോഗിക്കുന്നത്. ഹെഡിങ്ങുകൾ നമുക്ക് ശ്രദ്ധിക്കാം. TH ടാഗ് ടേബിൾ ഹെഡിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഹെഡിങ്ങുകളാണുള്ളത്. അപ്പോൾ നമുക്കിത് 4 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ഹെഡിങ് ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് ഹെഡിങ് വെഹിക്കിൾസ്.
അടുത്ത ഹെഡിങ് ഈ TH ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അടുത്ത ഹെഡിങ് അടുത്ത TH ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഹെഡിങ് ലാസ്റ്റ് TH ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. നോക്കൂ, ഔട്ട്പുട്ടിലേക്ക് നോക്കൂ. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് റോ ആണ് വന്നിട്ടുള്ളത്. TR ടാഗ് ഓപ്പൺ ചെയ്തു, ലാസ്റ്റ് TR ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അടുത്ത റോ സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി വീണ്ടും നമുക്ക് TR ടാഗ് ഓപ്പൺ ചെയ്യാം. TR ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡാറ്റകളാണ്. അപ്പോൾ നമുക്ക് TD ടാഗ്, ടേബിൾ ഡാറ്റ, TD ടാഗാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 4 TD ടാഗുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് കൊടുക്കാം. ഫസ്റ്റ് ആ റോയിലുള്ള ഫസ്റ്റ് വാല്യൂ മോട്ടോർ സൈക്കിൾ എന്നാണ്. പിന്നെ നമ്പേഴ്സാണ് വരുന്നത് 30, 50, 50, 30, 50, 50. നമുക്ക് സേവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഒന്ന് കാണാം. ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ TR ടാഗ് ഓപ്പൺ ചെയ്ത് കോപ്പി ചെയ്ത് താഴേക്ക് അതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഇതൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ളത് മോട്ടോർ കാർ. അതിൻ്റെ വാല്യൂസ് 30, 50, 80. റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത റോ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത റോ നേരത്തെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നുകൂടെ പേസ്റ്റ് ചെയ്യുന്നു. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതിൻ്റെ വാല്യൂസ് 30, 50, 80 സെയിം തന്നെയാണ്. 30, 50, 80. ഇനി ഞാനിത് ഒന്നുകൂടെ കോപ്പി ചെയ്യുന്നു. 4ാമത്തെ റോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ഹെവി മോട്ടോർ വെഹിക്കിൾ. മുപ്പത്, 40, 65. നമ്മളെല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള വാല്യൂസൊക്കെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം. ഓരോ വാല്യൂസും സെൻറ്ററിലേക്ക് അതിന് വേണ്ടിയിട്ട് ഓരോ TR ടാഗിനും അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് നമുക്ക് സെറ്റ് ചെയ്ത് സെൻറ്റർ എന്ന് കൊടുത്താൽ മതിയോ. നോക്കൂ, രണ്ടാമത്തെ ഈ റോ കംപ്ലീറ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനത് ഓരോ TR ടാഗ് ഓപ്പൺ ചെയ്യുന്നിടത്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ഔട്ട്പുട്ട് എല്ലാം കിട്ടി.
കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ്സ് ഇൻ കേരള ഒന്നുകൂടെ ബോൾഡ് ആക്കാം. അതിന് ബി ടാഗ് ഉപയോഗിക്കാം. ഇവിടെ ബി ടാഗ് ഓപ്പൺ ചെയ്താൽ മതി. നമ്മൾ സ്പീഡ് ലിമിറ്റ്സ് ഇൻ കേരള എന്നുള്ള ഈ ഒരു ക്യാപ്ഷൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ബി ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്താൽ നമുക്കൊന്നുകൂടെ കട്ട് ചെയ്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളെ അലൈൻമെൻറ്റൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. എല്ലാവർക്കും ടേബിളിൻ്റെ ഈ ഒരു പ്രോഗ്രാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടേബിളിൻ്റെ പ്രോഗ്രാം ഒരു റോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കോപ്പി പേസ്റ്റ് എടുത്ത് വളരെ വേഗത്തിൽ ചെയ്യാവുന്നത് പ്രോഗ്രാമായിട്ടുള്ളൂ. അപ്പോൾ ഈ 3 പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഈ ഒരു വീഡിയോ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു പ്രോഗ്രാം എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ വീടുകളിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അത്തരം കമ്പ്യൂട്ടറിൽ വിൻഡോസ് ജീനി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് സ്വന്തമായിട്ട് വീടുകളിൽ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്.